ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സദം റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തമിഴ് മൂവി തന്നെയാണ്. റേട്രോ എന്ന ചിത്രത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരു തമിഴ് ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അബീഷ് ജി വിനീതാണ് ഡയറക്ഷൻ, അദ്ദേഹം തന്നെയാണ് തിരക്കഥ. പ്രൊഡ്യൂസ് നോക്കി കഴിഞ്ഞാൽ യുവരാജ് തൂർഗയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്ത 3 പ്രൊഡ്യൂസർമാരാണ്. കാശ് നോക്കിയ എം ശശികുമാർ, അതുപോലെ സിമ്രാൻ, മിഥുൻ ശങ്കർ തുടങ്ങിയവർ പ്രധാനമായും കാശിങ് വന്നിട്ടുള്ളത്. ഇതിൽ മറ്റൊരു താരം നമ്മുടെ ആവേശം എന്ന സിനിമയിൽ തന്നെ ഫഹദ് വാസിനെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി ഇമ്പോർട്ടൻ്റ് ആയ റോൾ ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ കാസ്റ്റിംഗാണ്. ഇപ്പോൾ തന്നെ യോഗി ബാബു, കുറേ കളിച്ച സിമ്രാൻ എന്ന് പറയുന്ന നടിയുടെ ഉടനീള ഒരു വേഷം തന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും നമ്മളെ പ്രേക്ഷകർ ഇമോഷണലായിട്ടും അതുപോലെ കോമഡിയും പല രീതിയിൽ തന്നെ ചിന്തിച്ച് കാണേണ്ട തരത്തിലാണ് ടൂറിസ്റ്റ് ഫാമിലി ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് മികച്ച കൈയ്യടി തന്നെ ഇതിൻ്റെ റൈറ്റർക്ക് അതുപോലെ തന്നെ ഡയറക്ടർക്കും കൊടുക്കേണ്ട കാര്യം തന്നെയുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷം എം ശശികുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ശശികുമാർ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ആദ്യത്തെ ചിത്രം കണ്ട നാടോടികൾ, അതുപോലെ തന്നെ വളരെ വിരളമായ ചിത്രങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ചരിത്രം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ഒരു പക്ഷേ ടൂറിസ്റ്റ് ഫാമിലിയിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു തരി പോലും നെഗറ്റീവ് പോലും ഫീൽ ചെയ്യിപ്പിക്കാതെ തോന്നുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ എന്നോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനങ്ങളും ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിൽ ഇമ്പോർട്ടൻ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും തമിഴ്നാട്ടിലോട്ട് ചേക്കേറുന്ന വ്യക്തി, അവിടെ എന്താണ് പ്രശ്നമെന്ന് കാണിക്കുന്നില്ല എങ്കിൽ പോലും ആ വ്യക്തികൾ നാട്ടിലോട്ട് വരുന്നു. അവിടെ നിന്നും പോലീസ് പിടിയിലാവുന്നു, രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു, മറ്റൊരു ഫാമിലിയിലോട്ട് എത്തിപ്പെടുന്നു. പിന്നീട് നടക്കുന്ന സംഭവ വികസനങ്ങളാണ് ടൂറിസ്റ്റ് ഫാമിലി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പല ഇമോഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇതിനെ കണ്ടത് തോന്നിക്കുന്ന തരത്തിൽ തുടക്കം വരെ നമ്മൾ കാണുന്ന പ്രശ്നത്തിലേക്ക് കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചിന്ത, അതായത് അത് തന്നെ ഏറ്റവും വലിയ പടത്തിൻ്റെ പോസിറ്റീവായി കിടക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു. ഒരുപാട് നാൾക്ക് ശേഷം ശശികുമാർ എന്ന് പറയുന്ന നടൻ്റെ അല്ലെങ്കിൽ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ തോന്നി. അല്ലെങ്കിൽ എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന അതിൽ ആദ്യം ചെയ്തിട്ടുള്ള ആ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനെ അപ്പുറത്തോടെ സിമ്രാൻ എന്ന് പറയുന്ന നടിയുടെ ഒരു മികച്ച പ്രകടനങ്ങൾ ഓരോ വ്യക്തികളും, അതായത് എനിക്ക് ഇതിലിപ്പോൾ നെഗറ്റീവ് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ വ്യക്തികളും അതിൻ്റേതായ രീതിയിൽ എന്താണ് തനിക്ക് കൊടുത്ത റോളെങ്കിൽ പോലും മികച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശശികുമാർക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശശികുമാർ മകനായി അവതരിപ്പിച്ച താഴെയുള്ള ആ കുട്ടിയുടെ റോൾ തന്നെയാണ്. എസ്പെഷ്യലി ഇതിൽ ഒരു ബീച്ച് റോളിൽ വെച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പോലീസ് പിടിക്കുന്ന സീൻ വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്, ഗംഭീരമായി തന്നെ ചെയ്തു. അതിനുശേഷം അവർ രണ്ടുപേരും പോലീസ് വണ്ടിയിൽ പോകുന്നൊരു ഭാഗമായി കളിക്കുന്നത് പോലീസ് തന്നെ കുറിച്ച് ജെനി എന്ന് പറയുന്ന ഒരു നായയെ കുറിച്ച് കുറച്ച് ഡയലോഗും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് വളരെ സെറ്റായി തന്നെയാണ്. ആകാശ് എന്നുള്ള പേരും അതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഗംഭീരമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അതിപ്പോൾ ഒരു വ്യക്തി ലവ് ഫെയിലിയറായിരിക്കുമ്പോൾ ഒരു പാട്ട് വെച്ച് ഡാൻസ് ആടുന്നതൊക്കെ ഗംഭീരമായിട്ടുള്ള സീൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ച ശശികുമാറിന് ശേഷം ഒരു പക്ഷേ ആ കുട്ടി തന്നെയായിരിക്കും. എസ്പെഷ്യലി നമ്മൾ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ പോലും ഗംഭീരമായി തന്നെയാണ് ആ പയ്യൻ ചെയ്തിട്ടുള്ളത്. ഒരു മികച്ച കൈയടി ആ പയ്യന് തന്നെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ആമിന നജീം എന്ന് പറയുന്ന തോന്നുന്നുണ്ട് ശശികുമാറിൻ്റെ മൂത്ത മകനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അതാണ് ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഏതാണ് നായകന് കിട്ടുന്നില്ല. കണ്ടപ്പോൾ അവരെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അവരെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരുപാട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. യോഗി ബാബുവിൻ്റെ കോമഡിയാണെങ്കിലും ഒരുപാട് നാൾക്ക് ശേഷം ബളിപ്പിൽ നിന്നും അത്യധികം നല്ല സ്റ്റാൻഡേർഡ് കോമഡികൾ തന്നെയാണ് ഇതിൽ ടൂറിസ്റ്റ് ഫാമിലിയിൽ വ്യക്തികൾ. സിമ്രാൻ ആണെങ്കിലും ഒരുപാട് നാൾക്ക് ശേഷം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് വരുന്ന ഒരു ഫാമിലി, അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായി തന്നെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ നാട് വിട്ടെന്നും കാര്യങ്ങൾ കാണിക്കുന്നില്ല. അതിനുശേഷം ഈ ചെന്നൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നാട്ടിലോട്ട് എത്തിപ്പെടുന്നു, ഒരു പോലീസുകാരൻ്റെ ഫ്ലാറ്റിലോട്ട് എത്തിപ്പെടുന്നുണ്ട്. അതിനുശേഷം ആ വ്യക്തി എന്താ പറയുക ആ നാട്ടിലോട്ട് എല്ലാം മാറി കഴിയുന്നുണ്ട്. അതായത് ശശികുമാർ അവതരിക്കുന്ന ഒരു കഥാപാത്രം ഡ്രൈവറായി മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ജോലി ചെയ്യപ്പെടുന്നു. അതിനപ്പുറത്തായി ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. നല്ല കണ്ടത് അമ്മ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ഇമോഷണൽസ് നിങ്ങൾക്ക് അടുത്ത് പോകുന്നത് അനാഥന എന്നൊന്ന് പറയുന്ന ഒരു ചിന്താഗതി മാറ്റിപ്പെടുന്നു. കാരണം അദ്ദേഹത്തിന് പ്രശ്നം വരുമ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക ആ ചുറ്റുപാടിലുള്ള എല്ലാ വ്യക്തികളും അതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അതാണ് ടൂറിസ്റ്റ് ഫാമിലി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് മറ്റൊരു നാട്ടിൽ നിന്നും പുതിയൊരു നാട്ടിലോട്ട് ചേക്കേറുന്നു അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു നാട്ടിലോട്ട് എത്തുമ്പോൾ ഒരു പക്ഷേ ഒരു സ്വഭാവ സവിശേഷത്തിൽ കൊണ്ട് തന്നെ ആയിരിക്കാം ആ പല വ്യക്തികളും അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള പല ചുറ്റുപാട് താമസിക്കുന്ന പല വ്യക്തികളും ആ വ്യക്തിയോടൊപ്പം നിൽക്കുന്നുണ്ട്. കാരണം സപ്പോർട്ടീവായിട്ട് തന്നെ. കാരണം ആ വ്യക്തിയോടൊപ്പം
ന്യായം ഉണ്ടെന്ന് തോന്നിയ തരത്തിൽ തന്നെയാണ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് നാൾ തമിഴ് സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് ഫിലിം തന്നെയാണ്. ഒരു തരി പോലും ബോറടിപ്പിക്കുന്നു, ചിരിക്കാനുള്ള ഒരുപാട് ഞങ്ങൾ ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് കരയിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ഒരുപാട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഒരു വ്യക്തി ഒരു ലവ് ഫെയിലിയർ പറയുന്ന സീൻസ് തൊട്ടടുത്ത് തന്നെ അമ്മ അപ്പ എന്ന സീൻ കാണിക്കുന്ന മൊബൈലിൽ തന്നെ തൊട്ടടുത്ത് അദ്ദേഹത്തിന് വരാൻ വേണ്ടി പോകുന്ന കാമുകിയുമുണ്ട്. ഒരു പക്ഷേ ആ സീൻസും നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. കാരണം പറയുമ്പോൾ ഡയലോഗും അതിനുശേഷം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരത് കുമാറിന്റെ ഇളയ മകന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. ശരത് കുമാറിലെ ശശികുമാർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഗംഭീരമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഒരു എസ്പെഷ്യലി ബോറടിക്കാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. കാരണം ഈ പടത്തിന് ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായി പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി ആയിട്ട് നമ്മൾ നല്ല കണ്ടിച്ച സമയത്ത് തൊട്ടടുത്ത സെക്കൻഡ് തന്നെ നമ്മൾ ചിന്തിക്കാതെ പോലെ നമ്മളെ ചിരിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇമോഷണലാണ്, കോമഡിയാണ്, അത് തന്നെ എന്താ പറയുക ഡ്രാമയാണെന്ന് പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് മികച്ച ഒരു ഡാഷനും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തിരക്കഥയും സാധിച്ചിട്ടുണ്ട്. ഒരു തിരക്കഥ പൂർണ്ണമാകണമെങ്കിൽ അതിനോട് യോജിക്കുന്ന ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ കാഴ്ചവെക്കണം. എസ്പെഷ്യലി ഇതിൽ എന്താ പറയുക ശശികുമാർ ആണെങ്കിലും സിമ്രാണെങ്കിലും മിഥുൻ ശങ്കർ ആണെങ്കിൽ പോലും അതിൻ്റെ മക്കളെ കഥാപാത്രമാണെങ്കിലും ഓരോ വ്യക്തികൾ പോലും തനിക്ക് കൊടുത്തുള്ള റോളാണ് എന്താണോ അത് ഗംഭീരമായി തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കൈയ്യടി. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് ഫാമിലി സമീപകാലത്ത് തമിഴ് സിനിമയിൽ വെച്ച് അധികം പ്രമോഷൻ ഒന്നും കൊടുക്കാതെ ഹിറ്റ് ആവണ്ടല്ലോ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ചിത്രം തന്നെയാണ്. ഞാൻ പടം കാണാൻ വേണ്ടി പോകുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഒരു പക്ഷെ എന്താണെന്ന് അറിയില്ല, നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഒരു പക്ഷേ എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള റീമേക്ക് അവകാശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ വലിയ വിജയം നേടാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം. തമിഴ്നാട്ടിലാണ് എസ്പെഷ്യലി മികച്ച കളക്ഷൻ നേടി മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല താരങ്ങളും പല റിവ്യൂകളും കൊടുത്ത് ടൂറിസ്റ്റ് ഫാമിലി മികച്ച ചിത്രം വന്നത്. തീർച്ചയായിട്ടും അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ പടം കണ്ടിറങ്ങിയപ്പോൾ എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിലെ കഥാപാത്രം സിനിമ വിട്ട് ഇറങ്ങുമ്പോൾ പോലും ആ കഥ നമ്മുടെ ഉള്ളിലോട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ കഥാപാത്രം നമ്മളിലേക്ക് കയറി വരുന്നുണ്ട്. അതൊരു തിരക്കഥകത്ത് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന് പറയുന്ന മികച്ച കൈയടി കൊടുക്കാവുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം നമ്മൾ ചില പടങ്ങൾ കണ്ടിറങ്ങുമ്പോൾ ആ കഥാപാത്രം നമ്മളെ കൂടെ പോരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം അല്ലെങ്കിൽ ആ തിരക്കഥ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളതിനെ അതീവ ഏറെ സ്വാധീനം ചെലുത്തുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അർത്ഥം. തീർച്ചയായിട്ടും ടൂറിസ്റ്റ് ഫിലിമിൽ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇമോഷണലി കണ്ടു ചെയ്യുന്നത് പാട്ടുകളാണെങ്കിൽ പോലും അത് ഗംഭീരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് ഒരു പക്ഷേ ഒരു ഏവറേജ് മുകളിൽ നിൽക്കുന്ന അനുഭവമായിട്ടാണ് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സമീപകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള റൈട്രോ എന്ന് പറഞ്ഞ തവണയ്ക്ക് ശേഷം ഒരു പക്ഷേ മികച്ച അനുഭവം നേരിടുന്ന ഒരു അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് അനുഭവിച്ച ചിത്രം തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ ചിത്രം. ഒരു ഗംഭീരം വിജയം ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും എന്താ പറയുക ആശംസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു നല്ല ചിത്രം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. കാരണം നമ്മുടെ കേരളത്തിലെ മലയാളികൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ ഏറ്റവും കൂടുതൽ ചിന്തിക്കാരും തന്നെയാണ്. അതായത് ഇതിൽ നമ്മളൊരു കഥ പറയാൻ വേണ്ടി പോകുന്ന മമ്മൂട്ടിയും മോഹൻലാൽ എന്നതല്ല ചിന്തിക്കേണ്ടത്, ആ കഥാപാത്രമായിട്ടും അനുയോജ്യമായിട്ടുള്ള വ്യക്തി എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ തിരക്കഥ നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെ കഥ തന്നെയാണ് ഏറ്റവും മികച്ച ഒരു പോസിറ്റീവായിട്ടുള്ള നായകൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ആ കഥയ്ക്ക് പുറത്തിട്ടാണ് ഇതിൽ ശശികുമാർ അവതരിപ്പിച്ച കഥാപാത്രം സിമ്രാനാണെങ്കിലും മറ്റുള്ള വ്യക്തിയാണെങ്കിലും പോലും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് ഡയറക്ഷൻ അതുപോലെ തിരക്കഥയും മ്യൂസിക്കും അതുപോലെ തന്നെ അഭിനയം തന്നെയാണ്. ഒരു ഫിലിമിൽ സമീപകാലത്തായിട്ട് ഒട്ടും നെഗറ്റീവ് പറയാതെ ഞാൻ വളരെ സന്തോഷമായി ഇറങ്ങിയ ചിത്രം ഒരു പക്ഷേ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ ചിത്രമായിരിക്കും. തീർച്ചയായിട്ടും കാണാതെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പരിഗണിക്കുക. ബൈ ബൈ.